നമസ്കാരം. കാൽ നൂറ്റാണ്ട് മുമ്പ് അന്ന് BJPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന KN ഗോവിന്ദാചാര്യ അദ്ദേഹം ന്യൂഡൽഹിയിൽ വെച്ച് BJP ആസ്ഥാനത്ത് വെച്ച് ഒരു സംഭാഷണത്തിനിടെ ഒരു കാര്യം പറഞ്ഞു. ആ കാര്യം ഇങ്ങനെയായിരുന്നു: കേരളം മാറും, പക്ഷേ സമയമെടുത്തേക്കാം. പക്ഷെ അന്ന് AK ആന്റണി പോലും BJP പക്ഷത്ത് വന്നുകൂടായികയില്ല. പുരികം ചൊളിച്ച് കണ്ണു തുറച്ച് നോക്കുന്നത് കണ്ട് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, ഇതൊക്കെ സംഭവിച്ചേക്കാം. ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസം ആർജിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ആന്റണിയുടെ ഈ പ്രസ്താവന കൂടി അന്ന് വളരെ രാഷ്ട്രീയമായിട്ടുള്ള സാധ്യതകളെ കൂടി കണക്കാക്കിക്കൊണ്ട് പറഞ്ഞതാണ് എന്നുള്ള തരത്തിലാണ് ആ വാക്കുകൾ പറഞ്ഞത്. AK ആന്റണി 1993 കേരള പ്രസ് അക്കാദമിയിൽ നടത്തിയ മത്തായി മാഞ്ഞൂരാൻ സ്മാരക ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു കേട്ടോ. ആ പ്രഭാഷണത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഗോവിന്ദാചാര്യയുടെ വിശദീകരണം ഉണ്ടായത്. കാൽ നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ AK ആന്റണിയുടെ പുത്രൻ അല്ലെങ്കിൽ AK ആന്റണിയുടെ അടുത്ത തലമുറ BJPയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. K കരുണാകരൻ കോൺഗ്രസിൻ്റെ നേതാവായി കേരളത്തിൽ വാഴുമ്പോൾ, അല്ലെങ്കിൽ K കരുണാകരൻ കേരളത്തിൽ നേതാവായി നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് വലിയ വിശകലനങ്ങൾ ചെയ്ത് ഒരിക്കൽ സംസാരിച്ചത് ഓർമ്മയുണ്ട്. പിൽക്കാലത്ത് BJP ദേശീയ അധ്യക്ഷനായിട്ടുള്ള ജനകൃഷ്ണമൂർത്തിയായിരുന്നു. ന്യൂഡൽഹി VP ഹൗസിലെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്നുകൊണ്ട് 1996 എന്ന് തോന്നുന്നു, ചൈന സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ക്ഷണപ്രകാരം ഈ ചൈന സന്ദർശിച്ച് മടങ്ങിയെത്തിയ സംഘത്തിൻ്റെ വിശേഷം പങ്കിടുന്നു. ആ വിശേഷം പങ്കിടുന്ന ഒരു വേളയായിരുന്നു അത്. കമ്മ്യൂണിസവും കേരളവും വിഷയമായപ്പോഴാണ് K കരുണാകരനെക്കുറിച്ച് അന്ന് പറഞ്ഞത്. നിലക്കൽ ക്ഷേത്രപ്രവേശനം അല്ലെങ്കിൽ നിലക്കൽ ക്ഷേത്രപ്രശ്നകാലത്ത് ഹിന്ദു നേതാക്കളെയും സന്യാസിമാരെയും സമരക്കാരെയും ഒക്കെ ഇവർ പോലീസിനെ കൊണ്ട് തല്ലിച്ചതും മറ്റും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു. കരുണാകരൻ കോൺഗ്രസിൻ്റെ നേതാവാണ്, പക്ഷേ കേരളത്തിലെ നല്ലൊരു പങ്ക് ആളുകൾ കാണുന്നത് ഒരു ഹിന്ദു നേതാവായിട്ടാണ് കേട്ടോ. കരുണാകരനും അങ്ങനെ തോന്നിപ്പിക്കുവാനാണ് സാധ്യത. കാരണം ഗുരുവായൂർ ദർശനത്തിന് ഇത്ര നിഷ്ഠ കാണിക്കുന്ന വേറൊരു നേതാവ് തന്നെ ഇല്ലായിരുന്നു. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് കരുണാകരനെ നമ്മൾ ഓടിച്ചത് അന്ന് നമുക്കറിയാം. ഈ കോൺഗ്രസിൻ്റെ മറ്റു മതന്യൂനപക്ഷങ്ങളുടെ കളിക്കൊപ്പ് അന്ന് കൃഷ്ണമൂർത്തി പറഞ്ഞ വാചകങ്ങൾ ഇത് തന്നെയാണ്. എന്തുകൊണ്ടാണ് K കരുണാകരനെ ഇവിടെ നിന്ന് ഓടിച്ചത്? അന്ന് കരുണാകരൻ്റെ DIC എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടില്ല, അതിനു മുമ്പാണ് അതൊക്കെ. പക്ഷേ കരുണാകരനോട് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ അവഗണന അന്ന് പ്രകടമായി തുടങ്ങിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശം എന്ന് പറയപ്പെടുന്ന കാൽ നൂറ്റാണ്ടിനിപ്പുറം സംഭവിക്കുമെന്ന്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ ജനാജി പറഞ്ഞ പലതും സംഭവിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ, അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല കേട്ടോ. KM മാണി ഒരു ദിവസം പെട്ടെന്ന് ഒരു ഡൽഹി യാത്ര നടത്തുന്നു. അന്ന് വാജ്പേയി സർക്കാരിൽ നിയമമന്ത്രിയായിരുന്ന BJP നേതാവായിട്ടുള്ള അരുൺ ജെയ്റ്റ്ലിയെ കാണുന്നു. അരുൺ ജെയ്റ്റ്ലിയെ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കണ്ട് ചർച്ചകൾ നടത്തുകയാണ് KM മാണി. ഇത് രാഷ്ട്രീയ വാർത്തയായി കേരളത്തിൽ പരക്കുന്നു. പിറ്റേന്ന് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ മാധ്യമപ്രവർത്തകർക്ക് നേരെ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിലും പിന്നീട് സ്വകാര്യമായിട്ടുമൊക്കെ ജെയ്റ്റ്ലി എന്ന് പറയപ്പെടുന്ന ആ നേതാവ് പറഞ്ഞത് കേരളത്തിലെ കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ആ നിയമനകാര്യം ചർച്ച ചെയ്യുകയായിരുന്നുവെന്നാണ്. എന്നാൽ സ്വകാര്യമായി വിശദീകരിച്ചത് മറ്റൊരു കാര്യമായിരുന്നു കേട്ടോ. സ്വകാര്യമായി അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത് KM മാണിയുടെ പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം, ആ രാഷ്ട്രീയ ലക്ഷ്യം സാധ്യമാക്കാൻ BJPയുടെ സഖ്യമാണ് ആ പാർട്ടിയുടെ യോജിച്ച പങ്കാളി എന്നായിരുന്നു. അത് വളരെ ഗോപ്യമായി പറഞ്ഞതാണ്. സ്വാശ്രയ ഭാരതം എന്ന BJP നടപ്പാക്കുന്ന ആശയവും സ്വാശ്രയ കേരളം എന്ന കേരള കോൺഗ്രസിൻ്റെ ലക്ഷ്യവും അത് തമ്മിൽ യോജിച്ചു പോകുന്നതാണ് എന്നുള്ളൊരു വിശദീകരണമാണ് അന്ന് ജെയ്റ്റ്ലി നൽകിയത്. KM മാണി വെറുതെയല്ല ഡൽഹിക്ക് പോയത് എന്നുള്ളതാണ്. KM മാണിയുടെ കാലശേഷം മകൻ ജോസ് K മാണി ആകട്ടെ അച്ഛനെ ഏറ്റവും എതിർത്ത് തകർത്ത് തരിപ്പണമാക്കിയ പാർട്ടിയായിട്ടുള്ള CPM-നോടാക്കി പിന്നത്തെ കൂട്ട് എന്ന് പറയപ്പെടുന്നത്. ഇന്ന് കൂട്ടുകൂടി നടക്കുന്ന ആ CPM-നൊപ്പമാണ്. കമ്മ്യൂണിസ്റ്റെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് ഭരണത്തെക്കുറിച്ചുമൊക്കെ ഏറെ പഠിച്ച് അതിനോടുള്ള BJP സർക്കാർ നിലപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ രൂപീകരിക്കുവാൻ നിലപാടുകൾ എടുത്ത ആളായിരുന്നു വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്ന പ്രസിദ്ധ പത്രപ്രവർത്തകൻ അരുൺ ഷൂരി. പശ്ചിമ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പതനം വർഷങ്ങൾക്ക് മുൻപേ തന്നെ പ്രവചിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അരുൺ ഷൂരി എന്ന് പറയുന്നത്. ജ്യോതി ബാസു, EMS തുടങ്ങിയ നേതാക്കളുടെ അഭാവത്തിൽ അടുത്ത തലമുറ കമ്മ്യൂണിസ്റ്റുകൾ ആ പാർട്ടിയെ നാമാവശേഷമാക്കുമെന്നായിരുന്നു അരുൺ ഷൂരി വളരെ കൃത്യമായി നിരീക്ഷിച്ചത് എന്നുള്ളതാണ്.
ആ നിരീക്ഷണം യാഥാർത്ഥ്യമാവുകയാണ്. ഒരു വർത്തമാനത്തിൽ ബംഗാൾ സർക്കാരിൻ്റെ കാൽനൂറ്റാണ്ടിലെ CAG റിപ്പോർട്ട് പഠിച്ചാൽ ആ സംസ്ഥാനത്തിൻ്റെ തകർച്ചയുടെ ധവളപത്രമായിട്ട് അതിനെ കാണേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തന്നെയാണ് അരുൺ ഷൂരി അതിനെക്കുറിച്ച് പറഞ്ഞതും നിരീക്ഷിച്ചതും. കമ്മ്യൂണിസ്റ്റ് ഭരണം മാറിയില്ലെങ്കിൽ ആ സംസ്ഥാനം തകരുമെന്നുള്ള ആശങ്കയും അരുൺ ഷൂരി പങ്കുവച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് തകർന്ന് തരിപ്പണമായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അങ്ങനെ പല പാർട്ടികൾക്കും ശരിയായിട്ടുള്ള നേതൃത്വം ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അടുത്ത തലമുറകൾക്ക് മാനം മാറുന്നു, അല്ലെങ്കിൽ അവിടെ മനസ്സ് മാറുന്നു, നയം മാറുന്നു, പലതും തകർന്ന് തരിപ്പണമാകുന്നു, പലരും BJPയിലേക്ക് ചേക്കേറുന്നു, ചർച്ചയുണ്ടാകുന്നു, സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. BJPയോട് ചേർന്നവർ അകന്നു പോകുന്നുമുണ്ട്, അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അവർ പിന്നീട് മടങ്ങി വരുന്ന ഒരു കാലഘട്ടവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ബീഹാറിലെ നിതീഷ് കുമാർ മികച്ച ഉദാഹരണമാണ്. നമുക്കറിയാമല്ലോ, മമതാ ബാനർജി ഒരിക്കൽ BJP നയിക്കുന്ന ഈ NDAയിൽ ഉണ്ടായിരുന്നല്ലോ. അത് നമ്മൾ മറന്നുപോയ കാര്യമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി BJPയുമായി ചേർന്ന് നിന്നുകൊണ്ട് അധികാരത്തിലിരുന്നിട്ടുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ടല്ലോ. അതും നമ്മൾ മറന്നിട്ടില്ല. BJPക്ക് അന്നും ഇന്നും എന്നും നയനിലപാടുകളിലുള്ള സ്ഥിരതയാണ് ഇതിന് കാരണമെന്ന് പറയേണ്ടി വരും. BJP ആൻഡ് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് 1989 അതിൻ്റെ ആദ്യത്തെ പതിപ്പിറങ്ങുന്നു. ജനസംഘമായിരുന്ന കാലം മുതൽ അന്നുവരെ പാർട്ടി ഓരോ വിഷയത്തിലും എടുത്തിട്ടുള്ള നയങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാടുകൾ അതത് കാലത്തെ ആധികാരികത രേഖകൾ സഹിതം പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള ഒരു ബുക്കായിരുന്നു അത്, ഒരു പുസ്തകമായിരുന്നു അത്. ഒരു പാർട്ടിക്കും സാധിക്കില്ല അത്തരത്തിൽ വളരെ കർക്കശ നിലപാടുകൾ, ആ കർക്കശ നിലപാടുകൾ ഒരു വിഷയത്തിലും മാറ്റേണ്ടി വരാത്ത തരത്തിൽ കൈക്കൊള്ളുവാൻ ഒരു പാർട്ടിക്കും കഴിയില്ല എന്നുള്ളതാണ്. താൽക്കാലികമായിട്ടുള്ള വിജയത്തിന് വേണ്ടിയിട്ടുള്ള അടവുകളോ അല്ലെങ്കിൽ അടവ് നയങ്ങളോ അല്ല അവയെന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു BJPയുടെ നിലപാടുകളെ. നേതൃത്വം മാറിയാലും പാർട്ടിയുടെ പ്രവർത്തനവും ആശയവുമൊക്കെ അവിടെ തന്നെ തുടർച്ചയായി തുറന്നു കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിൽ ആശയക്കുഴപ്പമില്ല. മറ്റു പല പാർട്ടികളിലും അങ്ങനെ അല്ല എന്നുള്ളതാണ്. BJPയെ പഠിക്കാതെ, അവർ പറയുന്നതും ചെയ്യുന്നതും മനസ്സിലാക്കാതെ, അങ്ങനെ മനസ്സിലാക്കാതെ നടക്കുന്ന ഉപരിപ്ലവ വിമർശനങ്ങളെ കണക്കിലെടുക്കേണ്ടതില്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം BJPയെ പഠിക്കാതെ പറയുന്ന കാര്യങ്ങളാണെന്നല്ല. എന്നാൽ കാലത്തിനൊത്ത് മാറാനും കാലം ആവശ്യപ്പെടുന്നത് ചെയ്യാനും കാലികമായത് സ്വീകരിക്കുവാനും ആ പാർട്ടിക്ക് കഴിയാതിരിക്കുന്നില്ല എന്നതുകൂടി ഓർത്തു നോക്കുക. അതാണ് ആ പാർട്ടിയെ ശ്രദ്ധേയമാക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകം ഭരിക്കാൻ ഇറങ്ങുമ്പോൾ കഴിഞ്ഞ കേന്ദ്ര മന്ത്രിസഭാ യോഗം 10,300 കോടി രൂപയുടെ ഇന്ത്യ AI മിഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടിയിട്ട്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ഉണ്ടല്ലോ, ആ രാജീവ് ചന്ദ്രശേഖർ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് കൂടിയാണ് ഈ വകുപ്പ് എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹം ആ വിഷയത്തിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള വ്യക്തിയാണ് മന്ത്രി കേരളത്തിൽ ഉൾപ്പെടെയുള്ള ഭാരതത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്നു. ആ വിദ്യാർത്ഥികളുമായി ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ആശയവിനിമയം അടക്കം ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാർ നയിക്കുന്ന പാർട്ടിയുടെ നേതാക്കളുടെ കാഴ്ചയും കാഴ്ചപ്പാടുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ മണ്ഡലത്തിൽ ശശി തരൂരാണ് എതിർ സ്ഥാനാർത്ഥിയെങ്കിലും ആ തരത്തിൽ ഉയർന്ന സ്റ്റാറ്റസുള്ള വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം. ഐക്യരാഷ്ട്ര സംഘടനയിലെ മുന്നിൽ ഡിപ്ലോമാറ്റിക് പദവികളിലൊക്കെ ഇരുന്നിട്ടുള്ള വ്യക്തിത്വം തന്നെയാണ് ശശി തരൂർ. കോൺഗ്രസിൽ ചേർന്ന് തരൂർ MP ആവുകയും കേന്ദ്രമന്ത്രിയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രകടനത്തിൽ പലപ്പോഴും അദ്ദേഹം പരാജിതനായി പോകുന്നു എന്നുള്ളതാണ്. ഒരാൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിദ്യക്കാരൻ, മറ്റേയാൾ ഇൻ്റലിജൻ്റ് ആർട്ടിഫിഷ്യലും. തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഇൻ്റലിജൻസാണ് ഇനി തെളിയേണ്ടത് എന്നുകൂടി പറയട്ടെ. കാരണം തിരഞ്ഞെടുപ്പ് കാലത്തിൽ അവിടെ അതിനു മുൻപ് നമ്മൾ പറയേണ്ട പത്മജയുടെ കാര്യമാണ്. പത്മജയുടെ BJPയിലേക്കുള്ള വരവും TN പ്രതാപൻ്റെ തൃശ്ശൂരിൽ നിന്നുള്ള ഓട്ടവുമൊക്കെ, മാത്രമല്ല വയനാട്ടിലേക്ക് തന്നെ രാഹുൽ ഗാന്ധി മടങ്ങുന്നു, KC വേണുഗോപാലിന് ആലപ്പുഴയിൽ തന്നെ മത്സരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ കാണിക്കുന്നത് ചില സൂചനകൾ കൂടിയാണ് എന്ന് പറയേണ്ടി വരുന്നു. കേരളം എന്ന അവസാന നിലപാട് തുറയിലും സംഭവിക്കുന്ന വിള്ളലുകൾ തിരിച്ചറിയുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വ്യക്തികൾ രാഷ്ട്രീയം മാറുന്നതിനെ നമ്മൾ അപഹസിക്കാറുണ്ട്. അങ്ങനെ അപഹസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയപ്പെടുന്ന പാർട്ടി, പ്രത്യേകിച്ച് CPM, അവരുടെ മുൻഗാമികൾ പഴയ കോൺഗ്രസ്സുകാരായിരുന്നുവെന്നത് മറന്നു പോവുകയാണ് പലപ്പോഴും. മാത്രമല്ല, ഒറ്റയ്ക്ക് കേരളം വിജയിച്ച ആ പാർട്ടിയാണ് കേരളത്തിൽ മുന്നണി രാഷ്ട്രീയം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോവുകയാണ്. അവരുടെ മുന്നണിയിലേക്കും മാത്രമല്ല അവിടെ നിന്നും വ്യക്തികളല്ല പാർട്ടികൾ തന്നെയാണ് മറുകണ്ഠം ചാടിയ ചരിത്രമുള്ളത് എന്നുള്ളത് ഓർക്കുക ഇടതുപക്ഷമേ. ഇപ്പോഴും എതിർമുന്നണിയിലുള്ള മുസ്ലിം ലീഗ് പാർട്ടിയെ സ്വന്തം സഖ്യത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രണയിച്ചു കൂട്ടിച്ചേർക്കുവാൻ പരിശ്രമങ്ങൾ നടത്തുകയാണ് ഇന്നും ഇടതുപക്ഷം എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇങ്ങനെ കേരളം
എല്ലാവർക്കും അവസാനത്തെ വണ്ടി കടന്നു പോകുന്ന അവസാനത്തെ സ്റ്റോപ്പായി മാറിയിരിക്കുന്നു. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോഴാണ് ബി ജെ പിയാണ് ഞങ്ങളുടെ മുഖ്യ എതിരാളി എന്ന് സംസ്ഥാനത്തെ ഭരണമുന്നണിയുടെ മുഖ്യ നേതാക്കൾ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇവർ തന്നെ 10 വർഷം മുമ്പ് പറഞ്ഞിരുന്നത് അങ്ങനെയല്ലല്ലോ. അവർ അന്ന് പറഞ്ഞിരുന്നത് കേരളത്തിൽ ബി ജെ പി ഒരു ഘടകമേ അല്ല എന്നാണ്. അതിനു മുമ്പ് അവർ പറഞ്ഞിരുന്നത് എന്താണ്? ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്നാണ്. അതായത് കേരളത്തിൽ ഇതൊന്നും നടക്കില്ല എന്നുള്ളത്. അവിടെയാണ് കാലങ്ങൾക്ക് മുമ്പേ ചിലർ നടത്തിയ കണക്കുകൂട്ടലുകളിലെ പിഴവും മറ്റു ചിലരുടെ മിഴിവും വ്യക്തമാകുന്നത് എന്ന് സൂചിപ്പിക്കേണ്ടി വരുന്നത് അവിടെയാണ്. ഈ അരുൺ ഷൂരി കമ്മ്യൂണിസത്തെയും ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിനെയും കുറിച്ച് പറഞ്ഞതുപോലെ പാർട്ടിക്കും അവർ ഭരിക്കുന്ന ഇടങ്ങൾക്കും ഒക്കെ പറ്റുന്ന നാശം കേരളത്തിലും തുടർ ഭരണത്തിനൊടുവിൽ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. 2ാം തവണയിലെ തുടർ ഭരണത്തിൽ പറഞ്ഞതൊക്കെയും പൂർത്തിയാക്കുകയോ തുടങ്ങി വയ്ക്കുകയോ ചെയ്ത കേന്ദ്ര സർക്കാരും തുടർ ഭരണത്തിൽ പറഞ്ഞതെല്ലാം അബദ്ധവും ഒപ്പം തന്നെ ചെയ്തതെല്ലാം അപകടവുമാണെന്ന് തെളിയിക്കുന്ന നമ്മുടെ കേരളത്തിലെ സർക്കാരുമുണ്ടല്ലോ. ഈ കേരള സർക്കാരും താരതമ്യത്തിനുള്ള മികച്ച അവസരമാണ് നമുക്കിപ്പോൾ നൽകുന്നത് എന്നുള്ളതാണ്. ആർക്കു വേണോ അത്തരത്തിൽ ചിന്തിക്കുകയും ചെയ്യാം. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തും കേസ് നടത്തിയും കൂടുതൽ കടമെടുക്കുവാനുള്ള വാതിൽ ഇപ്പോൾ തുറപ്പിച്ചു വെച്ചു എന്നുള്ളത് വിജയമായി കാണുന്നുണ്ട്. വിജയമായി പറയുകയാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, കേരള സർക്കാരിൻ്റെ സാമ്പത്തിക വിദഗ്ധരിൽ ചിലരെന്ന് പറയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ പറയേണ്ട സാഹചര്യം ഉണ്ടായതെന്ന് അവർ ചിന്തിക്കുന്നില്ല. ക്രെഡിറ്റ് കാർഡിലെ കടമെടുക്കാൻ അതേ ബാങ്കിൽ നിന്ന് കിടപ്പാടത്തിൻ്റെ ആധാരം പണയം വെച്ചിട്ട് ആ ആധാരം പണയം വെച്ച് വായ്പ എടുക്കുന്നവൻ്റെ കൂടുതൽ അപകടത്തിലേക്കുള്ള യാത്രയുണ്ടല്ലോ, അല്ലെങ്കിൽ അപകടത്തിലേക്ക് പോകുന്ന പ്രശ്നപരിഹാര തന്ത്രം, അത്തരത്തിലൊരു തന്ത്രം മാത്രമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത മണ്ടന്മാരാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ. ഈ തിരഞ്ഞെടുപ്പും കഴിയും. നാളത്തെ കേരളത്തെക്കുറിച്ച് എന്തെങ്കിലും ബോധം ഇനിയുമുണ്ടല്ലോ 2-2.5 വർഷം ഭരിച്ചു തീർക്കുവാൻ ഈ മന്ദബുദ്ധികളായിട്ടുള്ള മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ധനമന്ത്രിയും ഒക്കെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് വേണം കരുതുവാൻ. അതുകൊണ്ട് 4 നൂറ്റാണ്ടിന് മുമ്പ് ഗോവിന്ദാചാര്യ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി കടമെടുത്താൽ നമ്മൾ മാറും, അല്ലെങ്കിൽ ഇത് മാറുക തന്നെ ചെയ്യും, ഈ സംവിധാനം മാറുക തന്നെ ചെയ്യും, കേരളവും മാറും. ആ മാറേണ്ട കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളം മാറുവാൻ സമയമെടുത്തേക്കാം. പക്ഷേ ആ 25 വർഷങ്ങൾ കഴിയുമ്പോൾ ഗോവിന്ദാചാര്യ പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാകുന്നു. കോൺഗ്രസ്സുകാർ ബി ജെ പിക്കാരാകുന്നു. അന്തം കമ്മികളും കൂടെ നിൽക്കുന്ന കമ്മി സഖാക്കളും ബി ജെ പി പാളയങ്ങളിലേക്ക്, താമരയുടെ തണലിലേക്ക് പോകുന്നു എന്നുള്ളതും വസ്തുതയാകുന്നു. ഇതൊക്കെ ചരിത്രമായി മാറാൻ പോകുന്നു എന്നുകൂടി മനസ്സിലാക്കുക. ചരിത്രത്തിലേക്ക് പോകാൻ നിൽക്കുന്നത് മറ്റൊന്നുമല്ല, കമ്മ്യൂണിസവും പിണറായി വിജയനുമാണ്.